ഹായ് 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 മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. 8ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥിലാജ് സാറാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിൽ വരുന്ന നമ്മുടെ നാളത്തെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താണ്. അതിന് മുമ്പായിട്ട് ദേഖിയെ വെച്ചോ, നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ എന്തായാലും ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മൈക്രോ ബിറ്റ്, നമ്മുടെ ക്ലാസ്സിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്, PYQ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, മോഡൽ ക്വസ്റ്റ്യൻസും ചാപ്റ്ററിൻ്റെ സമ്മറി ഇങ്ങനെയുള്ള നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയട്ടെ, എജുപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു അഡ്മിഷൻ ഓഗസ്റ്റ് 20 മുമ്പ് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് മുമ്പ് 3499 രൂപക്ക് കൊടുത്തിരുന്ന 3499 രൂപക്ക് അവൈലബിൾ ആയിരുന്ന ഓഫറിൽ ഇപ്പോൾ 2299 രൂപക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ക്ലാസ് ആരംഭിക്കും. അതോടൊപ്പം തന്നെ താല്പര്യമുള്ള എല്ലാ കുട്ടികളും ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രഡിക്ഷൻ ചോദ്യത്തിലോട്ട് പോകാം കേട്ടോ. ഒന്നാമതായിട്ട് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്, ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിൽ ഉറുദു ക്ലബ് കെ തഹത്ത്, ഉറുദു ക്ലബിന് കീഴിൽ ഓക്കെ ഭഗത് സിംഗ് ഏക്ക് ബഹാദുരി മുജാഹിദ് ആസാദി ഹെ, ഒരു ധീരനായിട്ടുള്ള മുജാഹിദ് ആസാദി, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇസ് മൗസൂ पर ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ സെമിനാർ ഹോനെ വാലാ ഹെ, ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. സെമിനാർ കെ ലിയെ പോസ്റ്റർ തയ്യാർ കീജിയെ. വെരി ഇമ്പോർട്ടൻ്റ് എന്താണ്, പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു ചോദ്യം വരാം. മിക്കവാറും അതിൻ്റെ മൗസൂ എന്തായിരിക്കും, ഭഗത് സിംഗ് അല്ലെങ്കിൽ യൗമെ ആസാദിയുമായി ബന്ധപ്പെട്ടായിരിക്കും. യൗമെ ആസാദിയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അത് ഏകദേശം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ മക്കളെ. പോസ്റ്റർ തയ്യാറാക്കാനുണ്ടാവും. അങ്ങനെ പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ എന്ത് നോക്കണം, മൗസൂ എന്താണെന്ന് നോക്കിയിരിക്കണം. അത് ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കും. അതുപോലെ അതിന് സ്ഥലം കൊടുക്കണം. പോസ്റ്റർ ആകുമ്പോൾ എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് അത് നമ്മൾ മെൻഷൻ ചെയ്യണം. അതുപോലെ താരിഖ്, ഡേറ്റ് കൊടുത്തിരിക്കണം. മെഹമാൻ യുസൂസി, അതിൽ വരുന്ന ചീഫ് ഗസ്റ്റ് ആരാണെന്ന്, വിശിഷ്ട അതിഥി ആരാണെന്നും അതിൽ കുറിച്ച് വെച്ചിരിക്കണം. അതുപോലെ മക്കാലെ കി പേഷ്കുഷ്, പ്രബന്ധം അവതരിപ്പിക്കുന്നത് ആരാണെന്നൊക്കെ കൊടുത്തതിന് ശേഷം ആപ് സബ് കാ ഹൈർ മക്ദം ഹേ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വരും, അതിന് നിങ്ങൾ പഠിച്ചു പോകാട്ടോ. ഓക്കെ, അടുത്തൊരു മറ്റൊരു ചോദ്യമാണ് ഇവിടുന്ന് വരുന്നത്, ഡയറി നോട്ട് തയ്യാർ കീജിയെ. യാദോം കാ പിഠാര എന്നുള്ള പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അവിടുന്ന് മിക്കവാറും നിങ്ങളോട് എന്ത് ചോദിക്കും, ഒരു ഡയറി നോട്ട് തയ്യാറാക്കാൻ വേണ്ടി പറയും അല്ലേ. ആഗസ്റ്റ് 15 ഹമാരി ജിന്ദഗി കാ ഹുഷ് ഗവാർ ദിൻ ഹെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണല്ലേ. ഇപ്പം അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം നമുക്കറിയാം സ്കൂളിൽ എന്താണ്, സ്കൂളിലും ബാസാർമേ, അങ്ങാടിയിലും പള്ളിയിലൊക്കെ എല്ലാ ഇടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ജോഷ് വഹ്റൂഷ്, വളരെയധികം ആനന്ദത്തോടു കൂടി ആവേശത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം എന്ത് ചെയ്യുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. ബച്ചോ ബത്തായെ ഇസ് സാൽ ആപ് ഭി ജശ്നെ ആസാദി മേ ശിർക്കത്ത് ലേ രഹേ, നിങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, യോമെ ആസാദി സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ദിവസത്തെ ഡയറി തയ്യാറാക്കാൻ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ മാധുരി ജബാൻ മേ തർജ്ജമ കീജിയെ, മാതൃഭാഷയിൽ തർജ്ജമ ചെയ്യാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് തരും. ഓക്കെ, അത് പുതുതായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്, മാതൃഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ മാത്തേക്ക് അഞ്ചൽ, അതുപോലെ ഷഹീദ് ആസം എന്നുള്ള പാഠഭാഗത്തിൽ നിന്നായിരിക്കും കൂടുതലും ഒരു പാരാഗ്രാഫ് നൽകിയിട്ട് അത് മാതൃഭാഷയിലേക്ക്, മാധുരി ജബാൻമേ തർജ്ജമ കീജിയെ, തർജ്ജമ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ 2 പാഠങ്ങൾ, മാത്തേക്ക് അഞ്ചലും ഷഹീദ് ആസം എന്നുള്ള പാഠഭാഗം നന്നായിട്ട് വായിച്ച് പഠിച്ചു പോകാം കേട്ടോ. അതോടൊപ്പം തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ബച്ചോ, കഹാനി മാത്തേക്ക് ആഞ്ചൽ, കഥ മാത്തേക്ക് ആഞ്ചൽ എന്ന കഥ നിങ്ങൾ ആപ്പിനെ പഠി ഹോഗി, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിലുള്ള കഥാപാത്രങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്യുക. ദീപ്തി, കുമാർ, ശ്യാം എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്യുന്നു. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച്, അതായത് കഹാനിക്ക് കോൺ സാ കിർദാർ ആപ്കോ പസന്ത് ആയ, നിങ്ങൾക്ക് ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട്, കിർദാർ കി ഹുസൂസിയാത്ത് ബയാൻ കീജിയെ. ചോദ്യം എങ്ങനെയായിരിക്കും വരിക, കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എഴുതാനായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് എന്തായാലും നോട്ട് തയ്യാറാക്കിയിരിക്കണം. കിർദാരി നോട്ട്, കഥാപാത്ര നിരൂപണം എന്നൊക്കെ പറയാം. ഓക്കെ, അത് നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇൻക്ലാബ് സിന്ദാബാദ് അല്ലേ, ഈ ഒരു ഉറുദു മുദ്രാവാക്യം നമ്മൾ
ഷഹീദെ ആസം എന്നുള്ള പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കും, ചന്ത നാരാ തയ്യാർ കീജി, കുറഞ്ഞ മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കാൻ. എന്തിനെ കുറിച്ചുള്ള മുദ്രാവാക്യമായിരിക്കാം കൂടുതലും ചോദിക്കുന്നത്? നമ്മുടെ രാജ്യസ്നേഹത്തെ തുളുമ്പുന്ന രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ള മുദ്രാവാക്യങ്ങളായിരിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ അപ്പോൾ ഒരു എക്സാമ്പിൾ ജീന, ഒന്നെങ്കിൽ ജീവിക്കുക, അല്ലെങ്കിൽ മർണ മരിക്കുക, വത്തൻ കേലിയെ, അതെന്തിനു വേണ്ടിയാവണം? അത് രാജ്യത്തിന് വേണ്ടി അല്ലേ? ഇത്തരത്തിലുള്ള നാര തയ്യാറാക്കാൻ പഠിച്ചു പോവുക. ഓക്കെ, അല്ലെങ്കിൽ ആസാദി ഹമാര ഹക്ക് ഹേ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നമ്മുടെ അവകാശമാകുന്നു. ഇത്തരത്തിലുള്ള നാരകൾ മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കാൻ പഠിച്ചു പോവുക. ഇനി ഇതല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് ചിലപ്പോൾ 5ാമത്തെ പാഠഭാഗം, ചിലപ്പോൾ അതിൽ നിന്നും നാര തയ്യാറാക്കാൻ വരാം. മേ കോൻഹും എന്നുള്ള പാഠഭാഗത്തിൽ ഫിത്രത്തിനെ കുറിച്ച്, പ്രകൃതിയെക്കുറിച്ചുള്ള പ്രകൃതി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നാര മുദ്രാവാക്യം ചിലപ്പോൾ തയ്യാറാക്കാൻ വരാം. ഇത്തരത്തിൽ എന്തായാലും കുറഞ്ഞ ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും എക്സാമിൽ വരും 100% ഉറപ്പുള്ള ചോദ്യങ്ങളാണെന്ന് സർ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്.